ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. ചർമ്മത്തിന്റെ ആരോഗ്യത്തിന്, അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന്, രക്തം കൂട്ടാൻ, കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക്, പിന്നെന്താ ഷുഗർ പേഷ്യൻസിന് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. ഇതുകൊണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ശരീരത്തിലുള്ള രക്തം വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഇന്നത്തെ ഈ ജ്യൂസ്. അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇത് ഏത് ജ്യൂസും എല്ലാ ദിവസവും കുടിക്കുന്നത് ശരിയല്ല. ഒരു 2-3 ദിവസങ്ങളിൽ ആഴ്ചയിൽ ഇത് കുടിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. നമ്മുടെ മുടിയൊക്കെ നന്നായി വളരും ഈ ജ്യൂസ് കുടിച്ചാൽ പറയുന്നത് കേട്ടോ. മുടി വളരും, ചർമ്മത്തിന് നല്ല കാന്തി ലഭിക്കും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഈ ജ്യൂസ് ഉണ്ടാക്കേണ്ടതെന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതാണ് നമ്മുടെ ജ്യൂസ്. കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നുന്നില്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു 4 പേർക്ക് കുടിക്കാൻ പറ്റിയ ജ്യൂസാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു 4 നെല്ലിക്ക ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്കൊരു 3 പീസ് ഇഞ്ചി, 1 ഇഞ്ചിൻ്റെ വലുപ്പത്തിലുള്ള ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇഞ്ചി വേണ്ട. കുറച്ച് ഉപ്പ്, ലേശം ഉപ്പിട്ട് കൊടുക്കണ്ടോ, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. ഇതിൽ ഞാൻ പഞ്ചസാര ഒട്ടും തന്നെ ചേർക്കുന്നില്ല, ഹണിയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ഹണി ഇട്ടിട്ടുണ്ട്. ഹണിയും ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരുപാട് മധുരത്തിൽ കുടിക്കുന്ന ഒരു ജ്യൂസ് അല്ല കേട്ടോ. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം പോവും. അതുകൊണ്ട് തന്നെ പഞ്ചസാരയ്ക്ക് പകരം ഹണി ഇടുന്നതാണ് നല്ലത്. അപ്പൊ ഇനി ഇതിനെ ഒന്ന് നമുക്ക് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. നന്നായി അരച്ചടിച്ചിട്ട് വരണം കേട്ടോ. അതിനാണ് 1 കപ്പ് വെള്ളത്തിൽ അടിച്ചെടുത്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആയി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാനിതൊരു 4 പേർക്കുള്ളതാണ് കേട്ടോ. ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നും കൂടി നമുക്ക് ബ്ലെൻഡറിലിട്ട് അടിച്ചിട്ടെടുത്ത് വരാം. അപ്പോൾ ഇതാ വന്നിട്ടുണ്ട് ബ്ലെൻഡറിലിട്ടിട്ട്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം. നെല്ലിക്ക ജ്യൂസിൽ നല്ലോണം തരി ഉണ്ടാവും കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് വേണം എടുക്കാൻ. അതിൻ്റെ അടിഭാഗത്തും കുറച്ച് സെഡിമെന്റ്സ് ഉണ്ടാവും. അപ്പം ഇതാത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. അതിലുള്ള ഫുള്ള് നമ്മുടെ ചണ്ടിയിൽ നിന്നുള്ളത് മുഴുവൻ എടുക്കുകയാണ്. ഇതെങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഇനിയും കുറച്ചും കൂടി ഉണ്ട്. അപ്പം ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. പ്രമേഹ രോഗികൾക്ക് നെല്ലിക്ക നീര് കഴിക്കുന്ന നല്ലതാണ്. പക്ഷേ 30 ml മാത്രമേ ഡെയിലി കഴിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. വയറിന് പ്രോബ്ലം ഉള്ള ആൾക്കാർ, കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് രാവിലെ വെറും വയറിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹണി ഇല്ലാതെയും നിങ്ങൾക്കത് വെറുതെയും കുടിക്കാം. അപ്പോൾ ഇതാ ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള നെല്ലിക്ക ജ്യൂസ്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.